വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ജൂലൈ 4 നടക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് 2023 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇതിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലെ 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ആയതുകൊണ്ട് ജനറൽ PSC എക്സാം എഴുതുന്ന എല്ലാവരും ഇത് പഠിക്കുക കേട്ടോ. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണല്ലോ, അപ്പോൾ അത് ഏത് PSC എക്സാമിനും യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നടക്കുന്ന 10th പ്രിലിംസ് എക്സാം ഉള്ളവർ, VFA LGS എക്സാം ഉള്ളവരൊക്കെ ഇതെല്ലാം പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ഓപ്ഷൻ സി ഗൗരി പാർവതി ഭായി. തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഗൗരി പാർവതി ഭായി. ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ക്ലൂ ആണ് കേട്ടോ. പ്രൈമറി പാർവതി എന്നങ്ങ് ഓർത്ത് വയ്ക്കും. പ്രൈമറി പാർവതി എന്ന്, ആ പ്രായും പാറൊക്കെ വെച്ചിട്ട് പ്രൈമറി പാർവതി എന്നാണ് ഓർത്ത് വയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഓർത്ത് വയ്ക്കാൻ വല്ല ക്ലൂ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ചോദ്യം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരാറുണ്ട് എനിക്ക്. അപ്പം ഞാനിത് ഓർത്ത് വയ്ക്കുന്നത് ഇങ്ങനെയാണ്, പ്രൈമറി പാർവതി എന്നങ്ങ് ഓർത്ത് വയ്ക്കും. പ്രൈമറിയും പാറും അതൊക്കെ വെച്ചൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഗൗരി പാർവതി ഭായി. ഓക്കെ, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ ഓപ്ഷൻ ബി 1, 3 ആണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു, വില്ലുവണ്ടി സമരം നടത്തി. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് 1893 അതും കൂടി ഓർത്ത് വെച്ചോണം. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് 1893 PSC മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു, വില്ലുവണ്ടി സമരം നടത്തി. അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂരിലാണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. അയ്യങ്കാളി ജനിച്ചിരിക്കുന്നത് വെങ്ങാനൂരിലാണ്. ചെമ്പഴന്തിയിൽ ജനിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് ചെമ്പഴന്തിയിൽ ജനിച്ചത്, ഓർത്ത് വെച്ചോണം. അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂരിലാണ്, ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 4 മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ: സ്വതന്ത്ര ഇന്ത്യയുടെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അഗ്നിച്ചിറകുകൾ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ: സ്വതന്ത്ര ഇന്ത്യയുടെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അഗ്നിച്ചിറകുകൾ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം കേട്ടോ, ഓർത്തു വെച്ചോണേ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നൊരു പുസ്തകമാണ് ഈ അബ്ദുൽ കലാം എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇന്ത്യ വിൻസ് ഫ്രീഡം, അത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യ വിൻസ് ഫ്രീഡം, ഈ പുസ്തകം എഴുതിയത് ആരാണെന്ന്. അത് മൗലാന അബ്ദുൽ കലാം ആണ് കേട്ടോ. അഗ്നിച്ചിറകുകൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെതാണ് കേട്ടോ. അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന ആത്മകഥ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഈ അബ്ദുൽ കലാം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പിന്നെ ഈ അബ്ദുൽ കലാമിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അബ്ദുൽ കലാമിൻ്റെ പുസ്തകം ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അഗ്നിച്ചിറകുകൾ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ്. അത് പ്രത്യേകം ഓർത്ത് വെച്ചോണം. അഗ്നിച്ചിറകുകൾ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ്. ഓക്കെ,
ഇനി ഈ തന്നിരിക്കുന്നതിൽ മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് ഇവിടെ 2ഉം 3ഉം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. 1958 ഫെബ്രുവരി 22 അന്തരിച്ചു. അതും കൂടി ഓർത്തു വെച്ചോണേ. മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. 1958 ഫെബ്രുവരി 22 അന്തരിച്ചു. അപ്പം ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. PSC മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട് കേട്ടോ. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ഓക്കെ. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന തീയതി PSC എപ്പോഴും ചോദിക്കാറുണ്ട്. 1773 ഡിസംബർ 16 ഓർത്ത് വെച്ചോണം കേട്ടോ. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന തീയതി അല്ലെങ്കിൽ വർഷം എന്ന് പറയുന്നത് 1773 ഡിസംബർ 16. അപ്പം ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇത് നടന്നത് എപ്പോഴാണ്? 1773 ഡിസംബർ 16. നാഷണൽ സ്റ്റാറ്റിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആര്? ഇത് 2023 ചോദ്യപേപ്പറാണ്. അതനുസരിച്ച് ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. എന്നാൽ ഇപ്പോൾ നിലവിൽ നാഷണൽ സ്റ്റാറ്റിക്കൽ കമ്മീഷന്റെ ചെയർമാൻ സൈബൽ ചട്ടോപാധ്യായാണ്. സൈബൽ ചട്ടോപാധ്യായ. സൈബൽ ചട്ടോപാധ്യായ നാഷണൽ സ്റ്റാറ്റിക്കൽ കമ്മീഷന്റെ ചെയർമാൻ, നിലവിലെ ചെയർമാൻ സൈബൽ ചട്ടോപാധ്യായ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് കേട്ടോ. ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വടക്കു പർവ്വതനിര എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വടക്കല്ല, മടക്കു പർവ്വതനിര എന്നായിരുന്നു വരേണ്ടത്. അതുകൊണ്ട് ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ PSC അങ്ങ് ഡിലീറ്റ് ചെയ്തു. എന്നാലും ഇതിന്റെ ഉത്തരം ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതനിര, വടക്കു പർവ്വതനിരയല്ല, മടക്കു പർവ്വതനിര. അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ഹിമാലയമായിരുന്നു കേട്ടോ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതനിര ഹിമാലയമാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ. പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘം. ഓപ്ഷൻ സി സിറസ്. പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘം സിറസ്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന സ്ഥലം. ഓപ്ഷൻ എ നീലഗിരി. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന സ്ഥലം നീലഗിരി. സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിരം ആസ്ഥാനം. ഓപ്ഷൻ ബി ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിരം ആസ്ഥാനം ഡെറാഡൂൺ. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം എന്നായിരുന്നെങ്കിൽ ഇവിടെ ഓപ്ഷനെ സൈലന്റ് വാലി വന്നേനെ കേട്ടോ ഉത്തരമായിട്ട്. ഈ ചോദ്യം PSC ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്തേക്കുവാണ്. കാരണം ഇവിടെ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം എന്നാണ്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം, നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം സൈലന്റ് വാലിയാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണം. അതെപ്പോഴും PSC ചോദിക്കാറുമുണ്ട്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം അഥവാ നാഷണൽ പാർക്ക്, അതിൻ്റെ ഉത്തരം സൈലന്റ് വാലിയ. സൈലന്റ് വാലി നാഷണൽ പാർക്കിലാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. ഓക്കെ. ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ രാജസ്ഥാൻ. ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാന്. ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ പഞ്ചാബ്.
ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം. ഓപ്ഷൻ സി RBI. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം RBI. റാബി വിളയ്ക്ക് ഉദാഹരണം. ഓപ്ഷൻ ഡി ബാർലി. റാബി വിളയ്ക്ക് ഉദാഹരണം ബാർലി. ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ജാർഖണ്ഡ്. ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ്. ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. ഓപ്ഷൻ ബി നീതി ആയോഗ്. ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം നീതി ആയോഗ് ആണ്. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം 2015 ജാനുവരി 1. ഇത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്, ഓർത്തു വെച്ചോണം. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1. 2021-22 വർഷത്തിൽ ആഗോള പാൽ ഉൽപാദനത്തിന്റെ 24% സംഭാവന ചെയ്തതോടെ ലോകത്തിൽ പാൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ ഡി 1. 2021-22 വർഷത്തിൽ ആഗോള പാൽ ഉൽപാദനത്തിന്റെ 24% സംഭാവന ചെയ്തതോടെ ലോകത്തിൽ പാൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 1. എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? ഓപ്ഷൻ എ 30. എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? 30. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക 25 വയസ്സ് പൂർത്തിയായവർക്കാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക 25 വയസ്സ് പൂർത്തിയായവർക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? അത് 30. ഓക്കെ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓപ്ഷൻ ബി 326. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 326. നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? ഓപ്ഷൻ സി 21. നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 21. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അത് BR അംബേദ്കർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് BR അംബേദ്കർ ആണ്. ഓക്കെ. ശ്യാം സരൺ നേഗി താഴെ പറയുന്ന ഏത് കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഇന്ത്യയിലെ ആദ്യ വോട്ടർ. ശ്യാം സരൺ നേഗി താഴെ പറയുന്ന ഏത് കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? ഓപ്ഷൻ എ 44-ാം ഭേദഗതി. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 44-ാം ഭേദഗതി. ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം. ഓപ്ഷൻ സി കൃഷി. ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം കൃഷിയാണ്. കൃഷി സംസ്ഥാന ലിസ്റ്റ്, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കൃഷി പെടുന്നത് കേട്ടോ. കൃഷി ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, അതായത് സംസ്ഥാന ലിസ്റ്റിൽ. ഓക്കെ. കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി. കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി. ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ സി ജില്ലാ കളക്ടർ. ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ജില്ലാ കളക്ടർ. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന
ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ എ ആർദ്രം മിഷൻ. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതി ആർദ്രം മിഷൻ. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ? ഓപ്ഷൻ ഡി 1098. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098. ഇന്ത്യയിൽ എത്ര ഭരണഘടനാ ഭേദഗതികൾ നടന്നു? ഓപ്ഷൻ ബി 106 ഇന്ത്യയിൽ എത്ര ഭരണഘടനാ ഭേദഗതികൾ നടന്നു? 106 കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ച് ഇവിടെ ഓപ്ഷൻ സി ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് 2023 ചോദ്യപേപ്പറാണ്. ഇപ്പം കറക്റ്റായിട്ട് ഇന്ത്യയിൽ 106 ഭരണഘടനാ ഭേദഗതികളാണ് നടന്നിരിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇന്ത്യയിൽ എത്ര ഭരണഘടനാ ഭേദഗതികൾ നടന്നു? 106. ഇപ്പം നിലവിൽ 106 ഭരണഘടനാ ഭേദഗതികൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി 106 സാഗസ് എൻഡിക്കസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ചെറുകുടലിലെ ദഹനരസം. സാഗസ് എൻഡിക്കസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകുടലിലെ ദഹനരസം. മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല ഏത്? ഓപ്ഷൻ ബി 2123/2123. മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല ഏതാണ്? 2123/2123. ECGയിൽ QRS തരംഗം ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ വെൻട്രിക്കുലറിന്റെ സങ്കോചം. ECGയിൽ QRS തരംഗം ഏതിനെ സൂചിപ്പിക്കുന്നു? വെൻട്രിക്കുലറിന്റെ സങ്കോചം. മലേറിയ രോഗാണു പ്ലാസ്മോഡിയം ഏത് ഘട്ടത്തിലാണ് രോഗമുണ്ടാക്കുന്നത്? ഓപ്ഷൻ ഡി സ്പോറോസോയിറ്റ്. മലേറിയ രോഗാണു ഏത് ഘട്ടത്തിലാണ് രോഗമുണ്ടാക്കുന്നത്? സ്പോറോസോയിറ്റ്. ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ത്? മാതൃമരണ നിരക്ക് കുറയ്ക്കൽ. ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? മാതൃമരണ നിരക്ക് MMR കുറയ്ക്കൽ. ആരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുജനാരോഗ്യ ഉപദേഷ്ടാവ്? ഓപ്ഷൻ ബി ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്. ആരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുജനാരോഗ്യ ഉപദേഷ്ടാവ്? ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? ഓപ്ഷൻ എ 11.2 km/s. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 11.2 km/s. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്ത്? ഓപ്ഷൻ ബി പാസ്കൽസ് നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്താണ്? പാസ്കൽസ് നിയമം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ 2022 ഭൗതികശാസ്ത്ര നോബൽ ജേതാവ് അല്ലാത്തതാര്? ഓപ്ഷൻ ബി കാരലിൻ ബർട്ടോസി. താഴെ തന്നിരിക്കുന്നവയിൽ 2022 ഭൗതികശാസ്ത്ര നോബൽ ജേതാവ് അല്ലാത്തതാരാണ്? കാരലിൻ ബർട്ടോസി. നോബൽ പുരസ്കാരം നിങ്ങൾ 2022 മുതൽ 2025 വരെ ഉള്ളവരുടെ ഡീറ്റെയിൽസ് പഠിക്കുക കേട്ടോ. 2022 മുതൽ 2025 വരെ. സാധാരണ PSC ഇപ്പം ഒത്തിരി പ്രീവിയസും ചോദിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് 2022 മുതൽ 2025 വരെ പഠിക്കുക. ഇനി അത്രയും ഒന്ന് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2024-25 എങ്കിലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, നോബൽ പുരസ്കാരം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. അതാരാണെന്നും ഏത് വിഭാഗത്തിനാണ് ലഭിച്ചിരിക്കുന്നതെന്നും. ഓക്കെ, താഴെ പറയുന്നതിൽ ഭൗതിക മാറ്റം ആയിട്ടുള്ളത്? ഓപ്ഷൻ സി ഐസ് ഉരുകുന്നത്. താഴെ പറയുന്നതിൽ ഭൗതിക മാറ്റമായിട്ടുള്ളത് ഐസ് ഉരുകുന്നത്. 916 സ്വർണ്ണാഭരണങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ലായനി. 916 സ്വർണ്ണാഭരണങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ലായനി. സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിന്റെ pH ആകാൻ സാധ്യത ഉള്ളത്? ഓപ്ഷൻ എ 5 മുതൽ 5.5 വരെ. സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിന്റെ pH ആകാൻ സാധ്യതയുള്ളത് 5 മുതൽ 5.5 വരെ.
CMET, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് എന്നിവ കൂടി ചേർന്ന് ഏത് പദാർത്ഥത്തിൻ്റെ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിക്കാനാണ് 2022 ധാരണാപത്രം ഒപ്പുവെച്ചത്? ഓപ്ഷൻ ബി ഗ്രാഫീൻ. CMET, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് എന്നിവർ കൂടി ചേർന്ന് ഏത് പദാർത്ഥത്തിൻ്റെ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിക്കാനാണ് 2022 ധാരണാപത്രം ഒപ്പുവെച്ചത്? ഗ്രാഫീൻ്റെ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ സി പി സച്ചിദാനന്ദൻ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? പി സച്ചിദാനന്ദൻ. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആര്? ഓപ്ഷൻ ഡി ബോധേശ്വരൻ. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചതാരാണ്? ബോധേശ്വരൻ. ബാറ്റൺ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫിയാണ്? ഓപ്ഷൻ ബി ഹോക്കി. ബാറ്റൺ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫിയാണ്? ഹോക്കിക്ക്. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ ആര്? ഓപ്ഷൻ ഡി MN വിജയൻ. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വൈലോപ്പള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ ആരാണ്? MN വിജയൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2022 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത്? ഓപ്ഷൻ സി മീശ. വയലാർ അവാർഡിന് അർഹമായ കൃതി ഏതാണ്? മീശ. ഈ മീശ എന്ന കൃതി എഴുതിയിരിക്കുന്നത് ആരാണെന്നറിയാവോ? S ഹരീഷ് ആണ്. അപ്പോൾ 2022 വയലാർ അവാർഡിന് അർഹമായ കൃതി മീശയാണ്. 2022 വയലാർ അവാർഡ് ജേതാവ് S ഹരീഷ് ആണ് കേട്ടോ. S ഹരീഷ് ആണ്. അപ്പോൾ നമുക്ക് 2022 മുതൽ 2025 വരെയുള്ള വയലാർ അവാർഡ് ജേതാക്കളെയും കൃതിയും ഏതാണെന്ന് ഒന്ന് നോക്കാവേ. ഓക്കെ, അപ്പോൾ 2022 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് S ഹരീഷിനാണ്. കൃതി മീശ. 2023 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. കൃതി ജീവിതമൊരു പെണ്ടുലം. 2024 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അശോകൻ ചെരുവിലിനാണ്. കൃതി കാട്ടൂർ കടവ്. 2025 വയലാർ അവാർഡ് ജേതാവ് E സന്തോഷ് കുമാർ ആണ്. കൃതി തപോമയുടെ അച്ഛൻ. ഒന്നുകൂടെ പറയാം. 2022 മുതൽ 2025 വരെയുള്ള വയലാർ അവാർഡ് ജേതാക്കളും കൃതികളുമാണ്. 2022 വയലാർ അവാർഡ് ജേതാവ് S ഹരീഷ് ആണ്. കൃതി മീശ. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതമൊരു പെണ്ടുലം. 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവില്. കൃതി കാട്ടൂർ കടവ്. 2025 വയലാർ അവാർഡ് ജേതാവ് E സന്തോഷ് കുമാർ. കൃതി തപോമയുടെ അച്ഛൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്